നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും നെവിൻ നമുക്ക് ബിഗ് ബോസിലൊരു നമുക്ക് എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് തരുന്ന നല്ലൊരു മത്സരാർത്ഥിയാണ്. നമുക്ക് വളരെ ഇഷ്ടമാണ്. അതിൻ്റെ മൂപ്പര് ഡയലോഗ് നമുക്ക് വളരെ ഇഷ്ടമാണ്. ഇന്നലെ ഇപ്പോൾ ക്യാപ്റ്റൻസിയിൽ 3 പേർക്കും ഒരു കയർ പിടിച്ചുള്ള ഒരു ഇതൊക്കെ കൊടുത്തത്. അനിമോളുണ്ട്, അതുപോലെ തന്നെ ആര്യനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാബുമേനുണ്ട്. അപ്പോൾ ഇവർ 3 പേരും ഒരു കയ്യിൽ പിടിക്കണം, കയർ പിടിയും ചെയ്യരുത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ടാസ്കിൽ ഈ അനിമോളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഉയരമില്ല, അവർ 2 പേരും അത്ര ഉയരമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഈ അനിമോൾ എല്ലാ കാര്യത്തിലും ഈ ചക്കച്ചവണി പോലെയാണ്, നമ്മുടെ പോട്ടാൻ തീട്ടം ചവിട്ടി പോലെയാണ്. അതൊക്കെ അവിടെ ഇവിടെ ആക്കും. ഇവളുടെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ക്യാപ്റ്റനാവണം, അതിന് വേണ്ടിയിട്ടുള്ള കളികൾ അവൾ കളിച്ചോളുന്നത്. നമ്മൾ ക്യാപ്റ്റനാകുമ്പോൾ മറ്റു 2 പേരും പല പ്രഭവിക്കുകയും ചെയ്യും. പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്യണം. അത് തരണം ചെയ്യാൻ ഇവൾക്ക് അറിയില്ല. ഇവളപ്പം തന്നെ ക്യാപ്റ്റൻ 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 എന്ന് വിളിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇവൾ കളിക്കുന്നത് ഈ 10-16 ലക്ഷം രൂപ PR-ന് കൊടുത്ത് കൈക്കൂലി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നത്. ഈ കൈക്കൂലിക്കാരെ പ്രതീക്ഷിച്ചല്ലേ ഇവളിവിടെ ഇരിക്കുന്നത്? അതല്ല ഇവിടെ വല്ല ഗെയിം കളിക്കുന്നുണ്ട്. ഇവൾ എന്തെങ്കിലും ഗെയിമിൽ ജയിക്കുക? ഒന്നുമില്ല. വെറുതെ ഈ പൊട്ടിക്ക് ഗർഭമുണ്ടായ പോലെ കുറേ കിടന്ന് ഇങ്ങനെ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതും കിടന്ന് ഇങ്ങനെ വിളമ്പും. ഇതാണ് ഇവളുടെ ഏറ്റവും വലിയ കളി എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ പോലും ഇവൾക്ക് വോട്ട് ചെയ്യാൻ പാടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നലെ ആ കളിയുടെ സമയത്ത് ഇവൾ എന്തെല്ലാം അലമ്പുകളുണ്ടാക്കി. അതിൻ്റെ ഇടയിലാണ് ആര്യൻ്റെ ഉള്ളിയോടെ കയറിട്ടിട്ട് അവൾക്ക് എന്താ വെള്ളം മെയിലാവണം, മറ്റേതാവണം, മറിച്ചതാവണം എന്ന് പറഞ്ഞിട്ട് തിക്കും തിരക്കും ബഹളം എല്ലാവരും കൂടി പരണ്ട് വീഴുന്നുണ്ട്. അവിടെ നിന്ന് അപ്പോഴേക്കും ക്യാപ്റ്റൻ വന്ന് ബിഗ് ബോസ് പറഞ്ഞു അതൊക്കെ വേഗം അവിടെ നിന്ന് അതൊക്കെ റിലീസ് ചെയ്ത് വിടണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവൾ പറഞ്ഞു ഇത്രയും ദിവസം നേരം ഞാൻ പിടിച്ചു നിന്നു, എനിക്ക് മൂത്രമൊഴിക്കാണ്ട് പറ്റില്ല. ഇതേപോലെ പിടിച്ചു നിൽക്കുന്നത് 2 പേരും കൂടി, അവർക്ക് മൂത്രമൊഴിക്കേണ്ട ആവശ്യമില്ലേ? ഇവളെ തട്ടിപ്പാണ്. എന്നിട്ട് ഇവൾ വന്നിട്ട് ഈ ഒരു ടാസ്കിന് വരുമ്പോൾ ഇത്രയും വലിയൊരു ജീൻസ് അടിച്ച് കയറ്റിയേണ്ട വല്ല കാര്യമുണ്ട് അവൾക്ക്? എന്നിട്ട് എന്തുണ്ടായി, ഇവരെയും കൊണ്ടുപോയി ഇവൾ നടുക്കണ കയറി പിടിച്ചോണം. അതുകൊണ്ട് ബാത്റൂമിൽ പോകാനും പറ്റില്ല, ബാത്റൂം തുറന്നിടണം. അപ്പോൾ ആ നടുക്കം പിടിച്ചിട്ട് അതിൻ്റെ ഇവൾ എന്തുണ്ടായി, ഒരു രക്ഷയില്ല, ജീൻസ് ഊരിയിട്ട് ഒരു വേറൊരു പാവാട പോലത്തെ സാധനം ഇട്ടു. അതിൻ്റെ ഇടയിൽ കൂടെ ഇവൾ പറയാം, ആര്യനോട് പറയാം, എടാ നിന്നെ നാറിയിട്ട് പാടില്ല, നീ പോയി കുളിക്കടാന്ന്. ഈ കൈ പിടിച്ച് നിൽക്കുന്ന ആൾ പോയിട്ട് എങ്ങനെ കുളിക്കുക? അപ്പോൾ ആര്യം പറയുന്നുണ്ട്, അപ്പോൾ നിനക്ക് എൻ്റെ കുളിസിയും കാണാനുണ്ടല്ലേ എന്ന്. അപ്പോൾ ഇവൾ പറയാം, നിൻ്റെയൊക്കെ കുളിസിയും കാണുന്നതിലും ഭേദം പല കൊച്ചു കുട്ടികൾ പോയി കുളിക്കുന്നത് കാണാൻ എനിക്ക് നല്ലതെന്ന്. അപ്പോൾ ആര്യൻ്റെ കുളിസിയും കണ്ടു കഴിഞ്ഞാൽ ഇവൾക്ക് ഒന്നും തോന്നില്ല. അതുപോലെ കൊച്ചു കുട്ടികളെ കുളിക്കുന്നുണ്ടാലാണ് ഇവൾക്ക് എന്തെങ്കിലും തോന്നുള്ളൂ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്ത് വൃത്തികെട്ട വർത്തമാനങ്ങൾ അവൾ പറയണമെന്ന് ആലോചിക്കുക. എന്നിട്ട് വൃത്തികേട് പറയണത് മുഴുവൻ വേറെ വല്ലവരും തലയിൽ വെച്ച് കൊടുക്കും. ഇവളാണ് ഈ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്ന ആൾ. അതിൻ്റെ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്ന മുഴുവൻ നെവീനാണ്, മറ്റവരാണ്, മറിച്ചവരാണെന്ന് പറയും. എന്നിട്ട് ആ ടാസ്കിൽ ഒരു രക്ഷയില്ലാണ്ടാകുമ്പോൾ ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങളെന്തായാലും പ്ലാസ്മ TV അവിടെ വന്നിട്ട് കൈ എല്ലാവരും ഉയർത്തിപ്പിടിക്കുക, ഇങ്ങനെ നിൽക്ക്, വളയ്ക്കാണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. ഇവൾക്ക് കൈ വെച്ചപ്പോൾ തന്നെ വളഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പം തന്നെ അവൾ പിടിച്ച് പുറത്താക്കേണ്ടതാണ്. കുറച്ച് നേരം കൂടി നിന്നിട്ട് ഗത്യന്തരമില്ലാണ്ട് അവൾ പുറത്ത് പോയത്. അത് കഴിഞ്ഞ് പിന്നെ ആര്യനും സാബുമേനായി. സാബുമേൻ ഇതിന് മുമ്പ് തന്നെ കൈ വളച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് അവൾ കണ്ടില്ല, നമ്മുടെ ആദില കണ്ടില്ല. എന്നിട്ട് എന്തുണ്ടായി, വ്യക്തിവൈരാഗ്യം കൊണ്ട് തന്നെ ആര്യൻ ഔട്ടായിന്നാണ് പറഞ്ഞുള്ളത്. എന്നിട്ട് സാബുമാൻ ക്യാപ്റ്റനായി. അതാ പറഞ്ഞത്, ഇത് അന്തിമ തീരുമാനം ക്യാപ്റ്റന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇഷ്ടമില്ലാത്ത ആളെ അവൾ കൊണ്ട് തള്ളിപ്പറയും. ആര്യൻ ഒരുപാട് അതിന് വേണ്ടിയിട്ട് തർക്കിച്ചു, പക്ഷേ എല്ലാവരും തർക്കിച്ചു. പക്ഷേ ഇവളുടെ തീരുമാനം അന്തിമമല്ലേ. അത് കഴിഞ്ഞിട്ട് നെവിനും അതിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ ഇവള് പറയാം, നിൻ്റെ മോന്ത കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അറക്കിനെന്ന്. ഇത് കേട്ടപ്പോൾ പ്രേക്ഷകർക്കാണ് അറച്ചത്. നീ ഇത്രയും വലിയ ലോകസുന്ദരിയാണ്, ഐശ്വര്യ റോയ് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. നിൻ്റെ മോന്തയും വെച്ച് നീ മറ്റുള്ള ഒരാളെ അറപ്പെന്ന് പറയാനായിട്ട് നിനക്ക് നാണാവില്ലേ? നിനക്ക് എത്ര ആണുങ്ങൾ വോട്ട് ചെയ്യുന്ന അവരുടെ ഓട്ടമൊക്കെ അതോടുകൂടി പോവും. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് അറപ്പാണ് തോന്നണമെന്ന് പറഞ്ഞാൽ അത് മഹാ മോശമുള്ളത്. ആരും പറയാൻ പാടില്ല അത് ആരോടും. നെവിൻ്റെ മുഖത്തിന് എന്താ കുഴപ്പം? അത് നല്ല സുന്ദരനല്ലേ, ഇത്തിരി കറുത്തിരുന്നോട്ടെ, നല്ലൊരു സ്റ്റൈലല്ലേ അത്. അവൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബിഗ് ബോസ് പ്രൊഡക്റ്റാണ്. അവൻ ഒരു എൻ്റർടൈനറാണ്. അവൻ്റെ സംഭാഷണങ്ങളൊക്കെ ഇപ്പോൾ വൈറലല്ലേ, എല്ലാം ഷോർട്ട് വീഡിയോകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല അവൻ്റെ സംഭാഷണങ്ങൾ മുഴുവൻ. എത്ര ആൾക്കാർ അവൻ്റെ സംഭാഷണങ്ങൾ എടുത്തിട്ട് റീൽസ് ചെയ്യുന്നത്. അത്രയും പോലും ഒരു കഴിവ് ഈ അനിമോൾക്കുണ്ടാകും. 10 പൈസ PR കൊടുക്കാണ്ടാണ് അവൻ വന്നിരിക്കുന്നത്. അവനൊരു സുഹൃത്ത് മാത്രമേ ഉള്ളൂ, വേറെ അവൻ ആരും ഇല്ല. അവൻ്റെ കഴിവോടുകൂടി മാത്രമാണ് അവൻ ബിഗ് ബോസിൽ വന്നത്. ആ ഇൻ്റർവ്യൂവിൽ അവൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ആലോചിച്ച് മാത്രം. പിന്നെ ഇങ്ങനെ കുറച്ച് ചാന്തുകുട്ടികളെ കയറ്റണം എന്നുള്ള ബിഗ് ബോസിന് ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് ഇവന് ഈ നറുക്ക് വീണത്.
അല്ലാണ്ട് ഇവൻ പി ആറും കൊടുത്തിട്ടില്ല. ഇവൻ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പി ആർ കൊടുക്കണ 16 ലക്ഷം ഉണ്ടെങ്കിൽ അവൻ ഈ പണിക്ക് വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവൻ പി ആർ കൊടുത്തിട്ടില്ലല്ലോ. ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്നാണ്ട് പി ആർക്കാരെ കളി തുടങ്ങുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ആപ്പിലേക്ക് രംഗം പോയിക്കൊണ്ടിരിക്കുക. ഇനി പി ആർക്കാർ ഇവർക്ക് വേണ്ടിയിട്ട് ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പി ആർക്കാരുടെ ഒരൊറ്റ ബലത്തിൻ്റെ മുകളിലാണ് ഇവളവിടെ കളിക്കുന്നത്, ഈ അനുമോള്. അല്ലാണ്ട് ഇവൾക്ക് തമ്പുരാനെ കുറിച്ച് ഇവൾക്കൊരു ഗെയിമും ജയിക്കാൻ പറ്റില്ല, ഇവർക്കൊരു ഗെയിം അറിയുകയും ചെയ്യില്ല, ഗെയിം കളിക്കാൻ അറിയില്ല. ഈ വള 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 കള കൊളക്കള എന്നുള്ള വർത്തമാനം പറയാൻ മാത്രമേ അറിയുള്ളൂ. വെറുതെ നാവിട്ടടിക്കുക, അത് മതിയല്ലോ. ഈ ഭക്ഷണം കൊടുക്കണതിൽ പിശുക്ക് കാണിക്കുക, ഭക്ഷണം കൊടുക്കാണ്ടിരിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കണം. പിന്നെ അതും പറഞ്ഞ് കുറച്ച് പണ്ട് നടന്ന കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തിട്ട് നിൽക്കും. അപ്പോൾ അതാണ് അവൾ ചെയ്യുന്നത്. അതിനേക്കാളൊക്കെ എത്ര നല്ല പ്ലെയറാണ് നമ്മുടെ നെവിൻ. പറഞ്ഞാൽ പറയാൻ പറ്റില്ല, അവൻ്റെ മുഖം കണ്ട് പിന്നെ അറപ്പെന്ന് പറഞ്ഞത്. എന്തായാലും ഈ അനുമോള് ഇനി അവിടെ പച്ച തൊടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ 16 ലക്ഷം മേടിച്ചുള്ള അവളുടെ പി ആർ തന്നെ പറഞ്ഞു ഈ 14 ലക്ഷം അവൾ മേടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ആ 14 ലക്ഷത്തിൻ്റെ പണി അവൻ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള പി ആർ വരെ ഓപ്പണായിട്ട് പറഞ്ഞു. ഈ പി ആർ ഉള്ള ഇത്രയും പൈസ കൊടുത്തുകൊണ്ട് വന്ന് ഇവിടെ കളിക്കുന്ന ഒരാളുടെ കയ്യിലേക്ക് എന്തായാലും ബിഗ് ബോസ് കപ്പ് വെച്ച് കൊടുക്കില്ല, ഈ 50 ലക്ഷം കൊടുക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഷോയുടെ ക്രെഡിബിലിറ്റിയാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് ഇവൾക്ക് കപ്പ് കൊടുത്താൽ. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ നോക്കിയൊന്ന് വോട്ട് ചെയ്യുക. അവരതിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യുന്നത്, അവർ ഗെയിം കളിക്കുന്നുണ്ടോ, അവർ തട്ടിപ്പിൽ കിടന്ന് നടന്നിട്ട് അവിടെ ആളാവണതാണോ എന്നൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിക്കുക. അതിനാണ് നമ്മൾ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ അർഹിക്കാത്ത കയ്യിൽ കപ്പ് കൊണ്ട് കൊടുക്കാനായിട്ട് കൂട്ടു നിൽക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.